പിന്നാലെ കൂടിയത് കൊണ്ട് ആകെ ചടച്ചു. ഒരു സമാധാനവും തരാതെ ഓരോന്നും പറഞ്ഞോണ്ട് വന്നോളും. അതൊക്കെ മൈൻഡ് ആക്കാതെ നടന്നു. അവരുടെ പിന്നാലെ പോയ പ്രിയനെ വീണ്ടും സഹിക്കണമല്ലോ, അതുകൊണ്ടാണ് പോകാതിരുന്നത്. അപ്പോഴാണ് ആമി വന്നത്. അവൾക്ക് ആമ്പൽ വേണമെന്ന്. വേണമെങ്കിൽ പൊട്ടിച്ചോളാൻ പറഞ്ഞെങ്കിലും നീന്തൽ പോലും അറിയാതെ ഇത്ര ധൈര്യത്തിൽ ഇറങ്ങുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല. പെട്ടെന്ന് കാല് സ്ലിപ്പായി പോയതും കൈ പിടിക്കാൻ കിട്ടിയതുമില്ല. വേഗം കുളത്തിലോട്ട് ചാടി അവളെയും കൊണ്ട് പൊന്തി നിന്നതും പെണ്ണ് ഒറ്റ കെട്ടിപ്പിടുത്തം. നല്ലോണം പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു, വിറയ്ക്കുന്നുണ്ട്. പിന്നെ വെള്ളമാണെങ്കിൽ നല്ല തണുപ്പുമുണ്ട്. ഒന്ന് പേടി മാറിയതും അവൾ നേരെ നിന്നു. എന്നെ നോക്കി നിന്ന് കിതയ്ക്കുന്നുണ്ട്. ആകെ നനഞ്ഞൊട്ടിയാണ് നിൽപ്പ്. മുടിയൊക്കെ മുഖത്തിലൂടെയാണ്. എന്താണെന്നറിയില്ല, ഇങ്ങനെ ഇവൾക്ക് ഒരുപാട് ഭംഗി കൂടിയതുപോലെ. ഒരു നിമിഷം അവളിൽ ആഴ്ന്നിറങ്ങി. പിടയ്ക്കുന്ന കണ്ണുകളും വിറയ്ക്കുന്ന അധരങ്ങളിൽ നിന്ന് വെള്ളമിറ്റി വീഴുന്നു. മുഖത്തിലൂടെ വെള്ളം ബ്ലൗസിനുള്ളിലേക്ക് ഒലിച്ചിറങ്ങുന്നു. വെള്ളത്തിൽ വീണതുകൊണ്ട് സാരിയുടെയൊക്കെ സ്ഥാനം മാറിയാണ് കിടപ്പ്. ധാവണിക്കിടയിൽ അവളുടെ വയറിലാണ് എൻ്റെ കൈ വെച്ചതെന്നറിഞ്ഞതും കൈയിലൂടെ ഒരു തണുപ്പ് പടർന്നു. പെണ്ണ് ഇപ്പോഴും മുഖം താഴ്ത്തിയാണ് നിൽപ്പ്. അരയിൽ പിടിച്ച് ഒന്നും കൂടെ എന്നിലേക്ക് അടുപ്പിച്ചു. ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് എന്നെ നോക്കി. ഞാൻ അവളിലേക്ക് അടുത്തതും എൻ്റെ ഷർട്ടിൽ അവളുടെ കൈ ശക്തമായി അമർന്നു. മുടിയിൽ നിന്ന് മുഖത്തേക്ക് ഈറ്റി വീഴുന്ന വെള്ളത്തുള്ളികളിലേക്ക് എൻ്റെ ചുണ്ടമർത്തി. വെള്ളത്തുള്ളികൾക്ക് പിന്നാലെ അവളുടെ നെഞ്ചകം വരെ എൻ്റെ ചുണ്ട് സഞ്ചരിച്ചു. അരയിലൂടെ കൈ കൊണ്ട് ചിത്രം വരച്ചു തുടങ്ങിയപ്പോൾ കയ്യിൽ അവളുടെ പിടി വീണു. നോക്കിയപ്പോൾ പെണ്ണു വേണ്ട എന്ന് തല അനക്കുന്നുണ്ട്. അവളുടെ മുഖത്തിന് നേരെ മുഖമടിപ്പിച്ചതും എന്നിലുള്ള പിടി മുറുക്കി കണ്ണുകൾ അടച്ചു. അവളുടെ ചുണ്ട് എൻ്റെ ചുണ്ടുമായി ബന്ധിപ്പിച്ചു. പതിയെ തുടങ്ങിയ ചുംബനം പിന്നീട് ദീർഘമായി. ശ്വാസം കിട്ടാതെ അവളൊന്ന് പിടഞ്ഞതും ഞാനൊന്ന് ആഞ്ഞതും വീണ്ടും ചുണ്ടിലമർന്നു. ദീർഘമായ ചുംബനത്തിനൊടുവിൽ ഞാൻ അവളിൽ നിന്ന് അകന്നു. മുടിയെല്ലാം അഴിഞ്ഞുലഞ്ഞ് കവിളുകൾ ചുവന്ന് തുടുത്ത് ചുണ്ട് പൊട്ടി ചോര ചെറുതായി വരുന്നുണ്ട്. സാരി തലപ്പഴിഞ്ഞതും വെള്ളത്തിൽ വീണിരിക്കുന്നു. പെട്ടെന്ന് ബോധം വന്നതും സാരി വലിച്ചിട്ട് കുളത്തിൽ നിന്ന് കയറി. ഞാൻ കയറാൻ നിന്നതും ആമ്പൽ പറിക്കാനാണല്ലോ ഇറങ്ങിയത് ഓർമ്മ വന്നതും അതും പറിച്ച് പടിയിലേക്ക് കയറി നിന്നു. ആമ്പൽ അവൾക്ക് നേരെ നീട്ടിയപ്പോൾ പതിയെ തലയുയർത്തി നോക്കി ആമ്പൽ വാങ്ങി. വീണ്ടും തല താഴ്ത്തി നിന്നു. അത് കണ്ടപ്പോൾ ചിരി വന്നുവെങ്കിലും പിടിച്ചു നിന്നു. പോകാൻ നിന്നപ്പോഴാണ് ആകെ നനഞ്ഞിട്ടാണ് ആമിയുടെ കോലമെന്ന് ശ്രദ്ധിച്ചത്. ഇങ്ങനെ ഇപ്പോൾ കയറിപ്പോവാൻ പറ്റൂല. എന്തു ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാ എൻ്റെ ഷർട്ടുണ്ടല്ലോ എന്ന് ഓർമ്മ വന്നത്. അപ്പോൾ അതഴിച്ച് വെള്ളം പിഴിഞ്ഞ് അവൾക്ക് നേരെ നീട്ടി. ഇതിട്ടോ, ഈ കോലത്തിൽ പോകേണ്ട. ഒന്ന് മൂളിക്കൊണ്ട് അത് മേടിച്ചിട്ടു. ഷർട്ട് അവൾക്ക് ലൂസാണ്. അതും കൂട്ടിപ്പിടിച്ച് ആമ്പലും പിടിച്ച് നടക്കുന്ന കണ്ടപ്പോൾ പാവം തോന്നി. അവളെ കൈയും പിടിച്ച് പടികൾ കയറി. തൊടിയിലേക്ക് കയറി ഞാൻ അവളെ നോക്കിയപ്പോൾ പെണ്ണ് തല താഴ്ത്തി തന്നെയാണ് നിൽപ്പ്. അപ്പോൾ തോളിലൂടെ കൈയിട്ട് ചേർത്തു പിടിച്ച് നടന്നു. കുറച്ച് നടന്നപ്പോൾ മുമ്പിലായി ആദീനെയൊക്കെ കണ്ടു. അവരോടൊപ്പം പോകുന്നതിന് നല്ലത് ഇപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്ക് പോണതാണ്. അതുകൊണ്ട് അവരെ വിളിക്കാൻ നിന്നില്ല. അവരൊക്കെ മുത്തൂൻ്റെ അടുത്ത് നിന്നതും പിന്നെ വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവരുടെ അടുത്തേക്ക് തന്നെ ചെന്നു. അയ്യോ, എന്താ നനഞ്ഞിരിക്കണ ആമിയേച്ചി? ഞങ്ങളെ കണ്ടതും അപ്പു ആമിയോട് തിരക്കി. ആമി മറുപടി പറയുമ്പത്തേനും മുത്തുവും കാര്യം ചോദിച്ചു. ഏയ് ഒന്നുമില്ല മുത്തച്ഛ, ഈ ആമ്പല് പറിക്കാൻ ഇറങ്ങിയതാ കുളത്തി. പിന്നെ അവിടെ നിൽക്കാതെ എല്ലാവരും കൂടെ തിരിച്ചു പോന്നു. വീട്ടിലെത്തിയതും ആമി വേഗം റൂമിലേക്ക് ഓടി. പിന്നാലെ ചെന്നപ്പോഴേക്കും അവൾ കുളിക്കാൻ കയറി. ആമി
എൻ്റെ ഭർത്തുവിനെ കാണും തോറും എൻ്റെ ഹാർട്ട് ഡിസ്കോ കളിക്കാണ്. അതുകൊണ്ട് അങ്ങേരെ നോക്കാതെ വേഗം താഴേക്കോടി. ഇന്ന് മുഴുവൻ ഇനി ഓട്ടമാകൂ എന്തോ. പ്രത്യേകിച്ച് പണികളൊന്നുമില്ലാത്തോണ്ട് അച്ചുവിൻ്റെയും നന്ദുവിൻ്റെയും കൂടെ സംസാരിക്കൽ തന്നെയാണ് പണി. ആമ്പൽ എന്തിയാമി? നന്ദുവാണ്. അത് റൂമിലുണ്ട്. ആമ്പല് ഞാൻ വന്നപ്പോൾ വെച്ചതാ റൂമിൽ, പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാൻ ഈ റൂമിലൊന്ന് പോട്ടെ, നിങ്ങളിരിക്കെ. അതും പറഞ്ഞ് റൂമിലേക്ക് വിട്ടു. ഭർത്തുവിനെ കാണാൻ തന്നെ പേടിയൊക്കെ ആവുന്നുണ്ട്. ഹാർട്ടൊക്കെ പടപടാന്നിടിക്കുകയാണ്. ആകെ ഒരു ചമ്മലൊക്കെ. നീ എന്തിനാ മീ പേടിക്കുന്നത്? അത് നിന്റെ ഭർത്താവല്ലേ. മനസ്സിന്റെ വക ഉപദേശം. അനക്കതൊക്കെ പറയാ. ഭർത്താവാണെങ്കിലും എനിക്ക് അയ്യോ ആകെ. ഇനി അങ്ങേര് എന്തെങ്കിലും പറയോ? എന്തു പറയാനാണല്ലേ, ഒന്നും പറയൂല. അതും പറഞ്ഞുകൊണ്ട് നഖവും കടിച്ചു നിന്നപ്പോഴാണ് പ്രിയ വരുന്നത്. നിനക്കെന്താ മൂലക്കുരു ഉണ്ടോ നിന്ന് നട്ടം തിരിയണത്? എന്നെ ഒന്ന് ആക്കിക്കൊണ്ട് ചോദിച്ചു. മൂലക്കുരു ഉള്ളവര് ഇങ്ങനെയാണോ? നിനക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ പ്രിയേ? എനിക്ക് മൂലക്കുരു ഉണ്ടോന്ന് നോക്കാൻ വന്നേക്കുന്ന ഒരുത്തി. യു എനിക്ക് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞതും, അയ്യോ എൻ്റെ പൊന്നു പ്രിയേ, നീ ഇങ്ങനെ ടെറർ ആകല്ലേ. അതിനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നീ ഒന്ന് പോയി കൂളാക്. എൻ്റെ ഏട്ടൻ, ഞാനേ എൻ്റെ ഭർത്തുവിൻ്റെ അടുത്തോട്ടൊന്ന് പോട്ടെ. എന്നെ കാണാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റില്ലെന്നേ രുദ്രേട്ടന്. ഒറ്റ ശ്വാസത്തിൽ അതും പറഞ്ഞുകൊണ്ട് ഞാൻ വേഗം പോന്നു. അല്ലെങ്കിൽ പിന്നെ അവളോട് അതും ഇതുമൊക്കെ വിളിച്ചു പറയേണ്ടി വരും. ആള് കുളിക്കുകയാണെന്ന് തോന്നുന്നു. ഇത്ര നേരം എന്തു പണി ചെയ്തിട്ടാണോ കുളിക്കാതെ ഇവിടെ ഇരിക്കാൻ? ആമ്പലെടുത്ത് ഭംഗിയായി വൃത്തിയിലെടുത്തു വെച്ചു. അപ്പോഴേക്കും ഭർത്തു ഡോറ് തുറന്നു. ഞാൻ ഈ നാട്ടുകാരിയെ അല്ല എന്ന ഭാവത്തിൽ കബോർഡിലെ പൊടിയൊക്കെ തട്ടി നിന്നു. അതല്ലാതെ ഞാനിപ്പോ എന്താ ചെയ്യേണ്ട ഈശ്വരാ? അവിടെ വൃത്തിയായെങ്കിൽ ഒന്ന് മാറുമോ? പെട്ടെന്ന് പിന്നിൽ നിന്ന് ശബ്ദം കേട്ടതും ഞെട്ടിത്തിരിഞ്ഞു. ഭർത്തു ഷർട്ട് എടുക്കാൻ വന്ന് നിൽക്കാന്ന് മനസ്സിലായപ്പോ വേഗം അവിടുന്ന് മാറി നിന്നു. എന്ത് ചെയ്യണം, എവിടേക്ക് പോണം എന്നൊന്നും ഒരു ഐഡിയ പോലുമില്ല. അവിടെ തന്നെ അങ്ങോട്ട് നിന്നു. എന്താടി പെണ്ണെ, കോഴി കഞ്ചാവ് അടിച്ചതുപോലെ കുറെ നേരം ആയല്ലോ ഈ അന്തയില്ലായ്മ. ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ടുകൊണ്ട് എൻ്റെ മുമ്പിൽ കയറി നിന്ന് ചോദിച്ചപ്പോ ഞാൻ ഒന്നുമില്ല എന്ന് ചുമല് കൂപ്പി കാണിച്ചു. ഒന്നുമില്ലേ? ഇല്ല. ഇങ്ങനെ കഞ്ചാവടിച്ച കോഴിയെപ്പോലെ നടക്കാനാണ് ഉദ്ദേശമെങ്കിൽ എൻ്റെ പൊന്നുമോളെ അതിനേ നേരം ഉണ്ടാവുകയുള്ളൂ. എന്നെ ആക്കിക്കൊണ്ട് ചിരിച്ചു പോയതും ഞാൻ നിന്ന നിൽപ്പിൽ സ്റ്റക്കായി പോയി.